ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി 8 മിനിറ്റ്. ഞാൻ ഈ നന്ദി പ്രമേയത്തെ പിന്തുണയ്ക്കുന്നു. ഇത് പിന്തുണയ്ക്കുമ്പോൾ തന്നെ ഗവർണർ കേരള നിയമസഭയിൽ വന്ന് നടത്തിയ നിയമസഭയോടുള്ള അനാദരവ്, അതിലുള്ള പ്രതിഷേധം കൂടി ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം വൈവിധ്യങ്ങളുടെ ഒരു സംഗമഭൂമിയാണ്. ഇന്ത്യയെ ഒരുമിപ്പിച്ച് നിർത്തുന്നത് തന്നെ ഈ വൈവിധ്യങ്ങളാണ്. ഈ വൈവിധ്യത്തിൻ്റെ അടിത്തറയാണ് മതനിരപേക്ഷതയും ഫെഡറലിസവും. ഈ രണ്ടാശയങ്ങളും നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളാണ്. അതായത് പാർലമെൻറ്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് പോലും ഇത് ഭേദഗതി ചെയ്യാൻ കഴിയില്ല. ഈ രണ്ടാശയങ്ങളുമാണ് സംഘപരിവാർ നയിക്കുന്ന BJP ഭരണത്തിൽ ഭീഷണി നേരിടുന്നത്. ഇത് രാജ്യത്തിൻ്റെയും കേരളത്തിൻ്റെയും ഭാവിയെ ബാധിക്കുന്ന ഒന്നാണ്. ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ഒരുമിച്ച് നിന്ന് പോരാടുക മാത്രമാണ് ഒരു മാർഗമായിട്ടുള്ളത്. എന്നാൽ രാജ്യത്തെ പ്രതിപക്ഷമെന്ന് അവകാശപ്പെടുന്നവരും കേരളത്തിലെ പ്രതിപക്ഷ കക്ഷിയുമായ കോൺഗ്രസ് ഒറ്റുകാരുടെ വേഷം കെട്ടുന്നു എന്നതാണ് പ്രത്യേകത. കേരളത്തിലെ സ്വതന്ത്ര മാധ്യമങ്ങളെന്ന് പറയുന്ന ഒരു കൂട്ടർ ഈ ഒറ്റുകാർക്ക് കുടപിടിച്ചു കൊടുക്കുക എന്ന നടപടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരി 22 UPയിലെ സംഭവം കൂടി കഴിഞ്ഞതോടെ മതം ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ ഉപകരണമായി മാറി. ഇത് തലമുറകളെ ബാധിക്കുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിയണം. ഞങ്ങളാണ്, കോൺഗ്രസ്സാണ്, രാജീവ് ഗാന്ധിയാണ് പൂട്ടിയ പള്ളി തുറന്നത്, ശിലാന്യാസത്തിന് അനുമതി കൊടുത്തത്. ഡിസംബർ 6 നരസിംഹറാവുവാണ് പ്രധാനമന്ത്രി. ഞങ്ങൾ അഭിമാനപൂർവ്വം പറയുന്നു. ആയതുകൊണ്ട് ഞങ്ങൾക്കും നിർണായക സ്ഥാനമുണ്ട്. DK ശിവകുമാർ, കർണാടക. വെള്ളിയിഷ്ടികയുമായി കമൽനാഥ്. ജനുവരി 22 സംസ്ഥാനത്ത് മുടക്ക് പ്രഖ്യാപിച്ച് ഹിമാചൽ പ്രദേശ്. ഇപ്പൊ ബീഹാറിലെ 10 MLA-മാർ എവിടെയാണ് എന്ന് നമുക്കറിയാം. പള്ളി സ്വയം പൊളിച്ച് മാറ്റി സൗകര്യമുണ്ടാക്കി കൊടുക്കണമായിരുന്നു. ബഹുമാനപ്പെട്ട തിരുവനന്തപുരം MP, കേരളത്തിലെ K. സുധാകരൻ പറയുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു RSSുമായി സഖ്യമുണ്ടാക്കി എന്നാണ്. ശ്യാം പ്രസാദ് മുഖർജിയുടെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട. അപ്പോ ഈ ആശയത്തോടൊപ്പം പറയാണ്, ഞാൻ കണ്ണൂരിൽ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട്. എന്നോട് കളിച്ചാൽ ഞാൻ RSSൽ പോകും. കേരള ജനതയോട് ഒരു KPCC പ്രസിഡന്റ് പറയുന്നു. നമ്മൾ നേരത്തെയൊക്കെ ഈ കോലീബി സഖ്യം, വടകര, ബേപ്പൂര് മോഡലൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. 4 വോട്ട് സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവർ മാറാറുണ്ട്. അന്നൊന്നും ഇങ്ങനെ ഞങ്ങളാണ് ഇത് എന്ന് പറഞ്ഞ് ഈ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ ഇങ്ങനെ അനുകൂലിക്കുക പതിവില്ല. ഇപ്പോൾ ഞങ്ങളാണ് എന്ന് പരസ്യമായി പറയാനുള്ള വ്യഗ്രത കാണിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിൽ നിന്ന് ലീവെടുത്ത് BJPയിലേക്കും, BJPയിൽ നിന്ന് ലീവെടുത്ത് കോൺഗ്രസിലേക്കും ഒരു തരം ഡെപ്യൂട്ടേഷൻ സംവിധാനമായി ഇന്ത്യയിലെ കോൺഗ്രസ് ഇപ്പോൾ മാറിയിരിക്കുന്നു. ലീഗുകാരോട് പറയാനുള്ളത്, അവരിപ്പം ഇന്നില്ല, കോൺഗ്രസിൻ്റെ കൂടെ പോയിരിക്കുകയാണ്, വല്ലാതെ നമ്പണ്ട. പാഠപുസ്തകത്തിൽ നിന്നും മുഗൾ ചരിത്രം എടുത്തുമാറ്റി, ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം എടുത്തുമാറ്റി UDF ഒരു പന്തകുളത്തി പ്രകടനം നടത്തും എന്ന് പ്രതീക്ഷിച്ചു. ലീഗോ ആരെങ്കിലും? ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒന്നും സംഭവിച്ചില്ല നമ്മുടെ സംസ്ഥാനത്ത്. കോൺഗ്രസ് അങ്ങനെ പ്രകടനം നടത്താൻ തയ്യാറാവില്ല. കാരണം അടിയന്തരാവസ്ഥയും പാഠപുസ്തകത്തിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടിയന്തരാവസ്ഥ കൂടി എടുത്തു മാറ്റിയപ്പോൾ സന്തോഷമായി. അപ്പോൾ ഞങ്ങൾ എന്തിനില്ല? പ്രകടനത്തിനില്ല. ഇങ്ങനെയാണ്. ഇവിടെ പിണറായി ഗവൺമെന്റ് എടുത്ത നടപടി എന്താ? ഇതൊക്കെ ഈ കേരളത്തിൽ പഠിപ്പിക്കും എന്നാണ്.
അങ്ങനെ പറഞ്ഞതിന് അഭിനന്ദിക്കേണ്ട, ഉപദ്രവിക്കാതിരുന്നൂടെ? അപ്പോ ഭരണഘടനയിലെ സാമ്പത്തിക ഫെഡറലിസം തകർത്തുകൊണ്ട് കേന്ദ്രം കേരളത്തോട് ചെയ്യുന്ന ഈ ക്രൂരത, ഇതും തലമുറകളോളം നിൽക്കുന്ന ഒന്നാണ്. ഇതിനെ കേവലം ഭരണപ്രതിപക്ഷ തർക്കമാക്കി മാറ്റാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നടക്കുന്നത്. അതങ്ങനെ ഒരു തർക്കമല്ല. കേരളത്തിൽ ഇന്ന് കാണുന്ന ഈ മാറ്റങ്ങൾക്കൊന്നും ഒരു പങ്കും വഹിക്കാൻ BJPക്കോ സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിനോ കഴിഞ്ഞിട്ടില്ല. കേരള നിയമസഭയിലേക്കോ ലോകസഭയിലേക്കോ ഒരു സീറ്റ് കേരളത്തിൽ നിന്ന് BJPക്ക് വിജയിപ്പിച്ചെടുക്കാനും കഴിയില്ല. BJPയും തങ്ങളും ആയിട്ടാണ് മത്സരം എന്നൊക്കെ ചില ആളുകൾ വർത്തമാനം പറയുന്നത് എന്തിനു വേണ്ടിയാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഒരിക്കലും അത് കഴിയില്ല. അപ്പൊ പിന്നെ അവർക്ക് എന്തുവാകാം. ആ വൈരാഗ്യം കേരളത്തിനെതിരായി അവർ നന്നായി പിന്നെ എടുക്കുകയാണ്. പക്ഷെ UDF എന്തിനാണ് അതിനോടൊപ്പം നിൽക്കുന്നത്? കേരളത്തിലെ ഒരു പറ്റം മാധ്യമങ്ങൾ എന്തിനാണ് അതിനോടൊപ്പം നിൽക്കുന്നത്? ഈ സംസ്ഥാനത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ നിൽക്കണ്ടേ? അപ്പൊ അവരങ്ങനെ നിൽക്കുന്നതിനൊരു കാരണമുണ്ട്. 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നത് ഒരു ചരിത്രമായിരുന്നു. ആ ഗവൺമെന്റിനെ തകർത്തത് വർഗീയ സാമ്രാജ്യത്വ കൂട്ടുകെട്ടാണ്. അതിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. 2021 രണ്ടാം പിണറായി ഗവൺമെന്റ്, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, അതിന് തുടർഭരണം ലഭിച്ചതും ഒരു ചരിത്ര. അപ്പോ വർഗീയതയ്ക്കും ഉദാരവൽക്കരണ നയങ്ങൾക്കുമെതിരായി ഈ ഗവൺമെന്റ് ബദൽ നയങ്ങൾ ഉയർത്തി ജനങ്ങളുടെ സമരായുധമായി എല്ലാ കാര്യത്തിലും ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ പഴയ വിമോചന സമരത്തിന്റെ പിന്മുറക്കാർ ഒത്തുകൂടിയിട്ടുണ്ട്. വർഗീയതയും മുതലാളിത്തവും ഒന്നിച്ച് കേരളത്തിലെ ഈ ബദൽ ഗവൺമെന്റിനെ തകർക്കാൻ ഗവർണറും അതിൽ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണേണ്ടത്. അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു, ഇവിടെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ജനപ്രതിനിധികളാകെ ഡൽഹിയിലേക്ക് പോകുന്നതിനും അവിടെ ശക്തമായ സമരം മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അത്തരം തീരുമാനങ്ങളെല്ലാം പ്രതിപക്ഷവുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഏത് കാര്യം ചർച്ച ചെയ്താലും ഞങ്ങൾ പങ്കെടുക്കില്ല, ഞങ്ങൾ വരില്ല, കേന്ദ്രത്തിനെതിരായി ഞങ്ങൾ പറയില്ല. ശീതള ചായ എന്നൊക്കെ ഇവിടെ പറയണ കേട്ടു, AC-യിൽ ഇരിക്കുന്നില്ല എന്നൊക്കെ. 10-18 ആള് പാർലമെന്റിൽ പോയി AC-യിൽ കേരളത്തിന് പെൻഷൻ കൊടുക്കാൻ ഉൾപ്പെടെയുള്ള പണം നൽകണം എന്നാവശ്യപ്പെടാതെ കേരളത്തിന്റെ കേരളയിലെ ഇല്ലാതാക്കണം, കേരളത്തിന്റെ വികസനം തകർക്കണം എന്ന് നിരന്തരമായി ആവശ്യപ്പെടുന്നത് ഏത് ശീതള ചായയിലാണ് എന്ന് വ്യക്തമാക്കാൻ UDF സന്നദ്ധമാവണം. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ താല്പര്യം ഉയർത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയിൽ കേന്ദ്രം കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള സമരം, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഗവർണറുടെ സഭയോട് ചെയ്ത അനാദരവിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രസംഗത്തിന്റെ നന്ദി പ്രമേയത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.